ശങ്കറിന്റെ ആ പഴയ പടം മുതൽവൻ ഇന്ത്യൻ എല്ലാം കൂടി മിസ് ചെയ്തിട്ടേക്ക്. കുഴപ്പമില്ല, ആവറേജ്. പടം പോറില്ല, ഇന്ത്യൻ ടൂ പോലെ പോറില്ല. പക്ഷെ അവന്റെ ആ പഴയ സിനിമ എല്ലാം കൂടി മിസ്സിങ്. ആവറേജ്. ഭയങ്കര പടമൊന്നും അല്ല, ഒരു തെലുങ്ക് മാസ് പടം എന്ന് പറയുമ്പോൾ പടം എന്താ പറയാ, പക്കായ ഒരു ശങ്കർ പടം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു തെലുങ്ക് ഡയറക്ടർ എടുത്ത പോലെയാണ് പടം എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു സോങ് കണ്ടു കഴിഞ്ഞാൽ ഒരു ശങ്കർ പടത്തിന്റെ എല്ലാം ഉണ്ട്. സോങ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തെലുങ്ക് ഡയറക്ടർ എടുത്ത പോലെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തെലുങ്ക് വെർഷനാണ് ഞാൻ കണ്ടത്, ഞാൻ തമിഴല്ല കണ്ടത്, തെലുങ്ക് വെർഷനാണ് ഞാൻ കണ്ടത്. എല്ലാവർക്കും വർക്കാവണമെന്നൊന്നുമില്ല, മാസ് മസാല ഇഷ്ടപ്പെടുന്നവർക്ക് വർക്കാവും. I watched in Telugu. It's okay. Routine story, but it's okay. Good. Best. Not good. Not good. Why? What happened? I just woke up. I slept in the movie. കുഴപ്പമില്ല, ആവറേജ് ആണ്. ഒരു പാൻ ഇന്ത്യൻ പരിപാടി, അത്ര പറയാനുള്ളൂ. ചുമ്മാ ശങ്കർ എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവണില്ല. പുള്ളി ചില്ലറേറ്റ് ഇപ്പൊ ഇന്ത്യൻ ടൂ ഒക്കെ പോലെ എന്തിനാണ് കുറെ അവരാധന എടുത്തു വിടണമെന്ന് മനസ്സിലാവണില്ല. നല്ലൊരു ഡയറക്ടറാണ്, നല്ലൊരു ആക്ടറിനെയും കിട്ടിയതാണ്. രാംചരനെ പോലെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറുണ്ട്. അപ്പൊ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് തമന്റെ മ്യൂസിക് വർക്ക് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷെ എവിടേക്ക് എന്തൊക്കെയൊക്കെയോ പോയിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര മിക്സഡ് ആയിട്ടാണ് സാധനം വന്നേക്കുന്നത്. കുഴപ്പമില്ല, ആവറേജ്, അത്രേ ഉള്ളൂ. ഇന്ത്യൻ ടൂവിനെക്കാട്ടിലും കൊള്ളാന്നേ പറയാൻ വെക്കൂ, അല്ലാതെ ഒന്നും ഇല്ല ഇതില്. വെറുതെ ആരും വരണമെന്നില്ല, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. തെലുങ്ക് പടമായിട്ട് ഉണ്ടാകും. കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. കോഴ തന്നെയാണോ ഇതിലും പറഞ്ഞേക്കുന്നത്? അതെ അതെ, എല്ലാം അങ്ങനെയാണല്ലോ. ഇന്ത്യൻ ടൂ എല്ലാം അങ്ങനെയാണല്ലോ. ശങ്കറിന്റെ എല്ലാ സിനിമയും അങ്ങനത്തെ ജോണറാണല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എപ്പോഴും എനിക്ക് എല്ലാ പടവും ഇഷ്ടപ്പെടാറുണ്ട്. സാധാരണ അതുപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. സാധാരണ കറപ്ഷൻ വരുന്ന ഒരാളെ രക്ഷിക്കാൻ പറ്റും. പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് പെർഫോമൻസ് അല്ല, സ്റ്റണ്ടൊക്കെ നല്ല വ്യവസ്ഥയായിട്ട്. സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളാം. നമുക്ക് അങ്ങനെ ബോറടിച്ചിരിക്കുന്നില്ല, നല്ല എക്സ്പീരിയൻസ്. ഒരു പാനിൽ ഹിറ്റ് ആവും. കുഴപ്പമില്ല. നല്ല സീൻസ് ഉണ്ട്. അല്ലാതെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര നമ്മൾ പ്രതീക്ഷ ലെവലിലൊന്നും വരത്തില്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം ശങ്കറിന്റെ ഒരു മുമ്പത്തെ എടുത്തു നോക്കിയാൽ പേഴ്സണലി ഇന്ത്യൻ ടൂവിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒരു വൻ പരാജയം. അത് കംപ്ലീറ്റ്ലി എനിക്ക് ക്രിഞ്ച് സീൻസ് ഉണ്ട്, കൺഫേം ഉണ്ട്. ഒരുപാട് ക്രിഞ്ച് സീൻസ് ഉണ്ട്. പക്ഷെ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള 1-2 സീൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഗൂസ്ബംസ് വരുന്ന സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് സീൻസ് ഉണ്ട് അങ്ങനെ. ഇല്ല, പൊളിറ്റിക്സ് ആണ്. ബട്ട് ഒരു കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ പാസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ഒന്നും എത്തിയിട്ടില്ല. ഇന്ത്യൻ ടൂവിനെക്കാളും ബെറ്റർ ആണ് സിനിമ. ബട്ട് പെർഫോമൻസ് എസ് ജെ സൂര്യ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. റാംചരന്റെ ഫേസിൽ എക്സ്പ്രഷൻസ് ഒന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് വരുന്നില്ല. സോങ്സ് ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയ സോങ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയിട്ടുണ്ട്. അതിന്റെ VFX ആണെങ്കിലും സെറ്റ് ആണെങ്കിലും കാണുമ്പോൾ സോങ്സ്. പക്ഷെ കേൾക്കാൻ എത്ര രസം ഉണ്ടാന്ന് വെച്ചാൽ അറിയത്തില്ല. വൺ ടൈം ആയിട്ട് തിയേറ്ററിൽ പോയി സമയം ഉണ്ടെങ്കിൽ കാണാം, അങ്ങനെ സെലക്ട് ചെയ്യുള്ളൂ. മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനായിട്ടില്ല. മുതലാവുന്നില്ല. സ്റ്റോറി കുഴപ്പമില്ല, കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗ് സീൻസ് ഒക്കെ ഉണ്ട്. പഴയ ശങ്കറിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്യില്ല, ഇന്ത്യൻ ടൂ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ആവറേജ്. കമ്പയർ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ടൂവിനെക്കാളും കൊള്ളാം. കോമഡിയാണ്, അങ്ങനത്തെ ക്യാരക്ടറാണ്. സ്റ്റോറി കുഴപ്പമില്ല, ആവറേജ് സ്റ്റോറി തന്നെ.
അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല ബ്രോ. കുറെ ബഡ്ജറ്റ് ഒക്കെ വെറുതെ കളഞ്ഞിട്ടുണ്ടോ.